കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു പല മീഡിയങ്ങളിലായിട്ട്. നിരവധി ആൾക്കാരാണ് ചോദിച്ചത് നമ്മുടെ പയ്യന്നൂർ പഴയങ്ങാട് റൂട്ടിൽ വീണ്ടും ചെയിൻ സർവീസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം. പറഞ്ഞു വരുന്നത് KSRTCയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ കല്യാശ്ശേരി മണ്ഡലം MLA ആയിട്ടുള്ള വിജിൻ്റെ ഒരു കുറിപ്പായിരുന്നു. KSRTC നമുക്ക് വീണ്ടും വരുന്നു, 4ഓളം വാഹനങ്ങൾ KSRTC വരുന്നു. അതിനെ തുടർന്ന് ഞാൻ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ കുറിപ്പ്. ഒത്തിരി ആൾക്കാർ KSRTC സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചു ഏതാണ് അതിൻ്റെ സമയക്രമം, എപ്പോഴൊക്കെയാണ് ആ വാഹനങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലോ നമുക്ക് ഒത്തിരി ചെയിൻ സർവീസുകൾ 10 മിനിറ്റ് കൂടുമ്പോഴുള്ള ചെയിൻ സർവീസുകൾ ശരിക്കും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് നമ്മുടെ പഴയങ്ങാടി കണ്ണൂരേക്ക് 10 മിനിറ്റ് കൂടുമുള്ള ചെയിൻ സർവീസ് ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ സർവീസുകൾ നിൽക്കുകയും പിന്നീട് നിരന്തരം നമ്മുടെ MLA അതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുകയും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വീണ്ടും അനുവദിച്ച് നൽകുന്ന ഒരു ശുഭവാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ KSRTC ഇന്ന് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. അപ്പോഴാണ് മനസ്സിലായത് ഈ മാസം 30-നകം ആ വാഹനങ്ങൾ നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യമാണ് മനസ്സിലായത്. പുതിയ വാഹനങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ പുതിയ വാഹനം തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഡിപ്പോ ഉള്ള സുഹൃത്തുക്കൾ. പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് ഇപ്പോൾ വീണ്ടും 4ഓളം വാഹനങ്ങൾ പയ്യന്നൂർ പഴയങ്ങാടി റൂട്ടിൽ ഓടിത്തുടങ്ങുമെന്നുള്ള ഒരു ശുഭവാർത്ത തന്നെയാണുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഞാൻ ഈ കാര്യങ്ങൾ അന്വേഷിച്ചത് ഒരു സുഹൃത്തോടാണ്. പലപ്പോഴും KSRTC ഡിപ്പോ വിളിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ എപ്പോഴും നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ആ സമയത്ത് തന്നെ ക്വിക്ക് റിപ്ലൈ തരുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് നമ്മുടെ ഡിപ്പോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പയ്യന്നൂർ രാജഗിരി ആ റൂട്ടിലാണ് നിരന്തരം ഒത്തിരി കാലങ്ങളായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള പേര് പറയാം രാജേഷ്. അപ്പോൾ രാജേഷ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാജേഷിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് ആ ദിവസം തന്നെ നമുക്ക് റിപ്ലൈ കിട്ടും. പലപ്പോഴും രാത്രിയൊക്കെ ആണെങ്കിൽ വളരെ സ്പോട്ടിൽ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി കൃത്യതയോട് തരുന്ന ഒരു സുഹൃത്താണ് ശരിക്കും രാജേഷ് എന്ന് പറയുന്നത്. അപ്പോൾ രാജേഷോട് ചോദിച്ചു, ഞാൻ വളരെ ക്ലാരിറ്റി ആക്കി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വളരെ ആത്മാർത്ഥമായിട്ട് രാജേഷിനെ പോലുള്ള ഒത്തിരി ജീവനക്കാർ ശരിക്കും KSRTCയിലുണ്ട്. അത്തരം ജീവനക്കാരുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ KSRTC ഒക്കെ പൂട്ടിപ്പോകാതിരിക്കുന്നത്. ഒരു സംശയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാജേഷിൻ്റെ കുറേ കാലത്തെ KSRTCയുമായി ബന്ധപ്പെട്ട പറഞ്ഞാൽ ഒരു ജീവരക്തം പോലെയാണ്. അത്തരം ജീവനക്കാർ ഓരോ ഡിപ്പോകളിലും ഉണ്ടാകണമെന്നാണ് എൻ്റെയൊക്കെ എന്താ പറയുക അനുഭവ സാക്ഷി എന്ന് പറയുന്നത്. ശരിക്കും രാജേഷിനെ പോലെ KSRTCയെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അല്ലേ. നമുക്ക് പൊതുവേ തന്നെ KSRTCയുമായി ബന്ധപ്പെട്ട് അത്ര നല്ല വാർത്തകളല്ല പലപ്പോഴും മാധ്യമങ്ങളിൽ വരാറുള്ളതും ശ്രദ്ധിക്കപ്പെടുന്നതും. പക്ഷേ രാജേഷിനെ പോലെ ആത്മാർത്ഥമായിട്ട് ചില വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രാജേഷ് ടൗണിൽ വിളിച്ചു കയറ്റുന്നു. അപ്പോൾ അതിലെ കമൻ്റൊക്കെ നോക്കിയ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിനൊക്കെ കമൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ജീവനക്കാരനാണ് വേണ്ടത്. അപ്പോൾ രാജേഷ് KSRTCയിലെ കണ്ടക്ടറാണ്. പക്ഷേ രാജേഷിൻ്റെ പ്രത്യേകത, അവൻ ഏത് ജോലിയിലാണെങ്കിലും 100% ആക്യുറസിയിൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവനൊരു സ്പോർട്സ്മാനാണ്. അവിടെയാണ് നമ്മുടെ മേന്മ എന്ന് പറയുന്നത്. ഒരു സ്പോർട്സ്മാനെ ഒരിക്കലും ആലസ്യത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവൻ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവൾ വളരെ എഫിഷ്യൻ്റായി വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കേരളത്തിൽ തന്നെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, നമുക്ക് പിലാത്രയിൽ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഉണ്ട്, സജീവതയിൽ തന്നെ നടക്കുന്ന ക്ലബ്ബാണ്. പക്ഷേ ആദ്യകാലങ്ങളിലൊക്കെ വളരെ കൂടുതൽ ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ കൂട്ടത്തിലുള്ള നമ്മൾ ഏറ്റവും മികച്ച ഗോളിയായിരുന്നു രാജേഷ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പിലാത്രയിലെ ഗോൾഡ് സ്റ്റാറിൻ്റെ പഴയകാല ഗോളിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള KFA അംഗീകൃതമായിട്ടുള്ള റഫറി കൂടിയാണ്. അത് എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും അറിയാൻ സാധ്യതയില്ല. KFAയുടെ അംഗീകൃത റഫറി ആയിട്ട് സേവനം നടത്തുന്ന, ഒരു ചെറിയ ഇടവേള വന്നു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാനും കുട്ടികളെ കോച്ചിങ്ങിനൊക്കെ ഇരുത്താൻ താല്പര്യപ്പെടുന്ന ഒരു രാജേഷിൻ്റെ മുഖം ഒരു സൗഹൃദത്തിൻ്റെ മുഖം തന്നെയാണ്. ശരിക്കും അത്തരം ജീവനക്കാരാണ് ഞങ്ങളുടെ ഇടയിലുള്ളത്. ഇപ്പോൾ KSRTCയിൽ പിന്നെ അവാർഡുകളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും അവാർഡുകൾ ഉണ്ടെങ്കിൽ നോമിനേഷൻ പോലും കൊടുക്കാതെ രാജേഷിനെ പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ കാണൂ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഏതായാലും രാജേഷിൻ്റെ ആ സേവനങ്ങളെ pilathra.com വിലമതിക്കുന്നു. ഇനിയും വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ KSRTCയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അത്തരം ജീവനക്കാരിലിടയിലൂടെയാണ് KSRTC വളരുന്നത്. KSRTCയെ, ആനവണ്ടിയെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ ഞാനും ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ പയ്യന്നൂർ പഴയങ്ങാട് റൂട്ടിൽ KSRTC ഓടിത്തുടങ്ങുമെന്ന് തന്നെ കരുതുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.